വാഹനം എത്തുന്നു. ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള വാഹനം ദാ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഈ കാണുന്നത് പോലെ തന്നെ സെൻട്രൽ പോലീസിന്റെ വാഹനം ഇങ്ങോട്ടേക്ക് എത്തുന്നു. നേരത്തെ സൂചിപ്പിച്ചിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ ഇനി ജില്ലാ ജയിലിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം. അതായത് ഇവിടെ നിന്നും എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നും കാക്കനാട് ജില്ലാ ജയിൽ വരെ ഓടിയെത്തേണ്ട സമയം. അതിനുള്ളിൽ ബോബി ചെമ്മണ്ണൂർ പൂർണ്ണമായിട്ടും നിയമത്തിന് കീഴിലാവും. എന്തായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ അല്പനേരത്തിനുള്ളിൽ തന്നെ എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ ഇതുവഴിയാണ് അപ്പുറത്തേക്ക് എടുക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ ഇറക്കുന്നു. ബോബി ചെമ്മണ്ണൂരിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. നാളെ സംഭവങ്ങൾ ബോബി ചെമ്മണ്ണൂരിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. അയാളെയും പോലീസ് പിടികൂടുന്നു. നാടകീയമായ രംഗങ്ങൾ. ബോബി ചെമ്മണ്ണൂരിന്റെ സഹായികൾ വാഹനം തടയുന്നു. വാഹനം തടയുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ സഹായികൾ വാഹനം തടയുന്നു. ബോബി ചെമ്മണ്ണൂർ വിട്ടുകൊടുക്കുന്നില്ല. നാടകീയമായ രംഗങ്ങൾ. എറണാകുളം ജനറൽ ആശുപത്രി വാഹനം തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ ആളുകൾ വാഹനം തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുന്നു. എറണാകുളത്ത് നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറുന്നത്. എടാ മക്കളാണ് വാട നാടകീയമായ ബോബി ചെമ്മണ്ണൂരിനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നാടകീയമായി ആശുപത്രിക്ക് മുന്നിൽ നിന്നും അദ്ദേഹത്തിന്റെ ആരാധകരെന്നോ അനുയായികളെന്നോ സഹായികളെന്നോ ഒക്കെ വിളിക്കാൻ പറ്റുന്ന കുറച്ചാളുകൾ വന്ന് വാഹനം തടയുന്നതാണ് നമ്മൾ കണ്ടത്. ഏതായാലും അവർക്കെതിരെ കൂടി നടപടിയിലേക്ക് പോലീസിന് കടക്കേണ്ടി വരും. വാഹനം തല്ലിപ്പൊളിക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നത്. ആശുപത്രിയിൽ പരിശോധനയ്ക്ക് ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ പറയാനുള്ളത് എറണാകുളം നഗരത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ സഹായികൾ അവർ നഗരത്തിൽ മധ്യത്തിൽ നിന്നുകൊണ്ട് വാഹനം തല്ലിപ്പൊളിക്കാനുള്ള ഒരു നീക്കമുണ്ടായി. ഒപ്പം തന്നെ കടുത്ത വെല്ലുവിളികൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. എറണാകുളം നഗരമധ്യത്തിലാണ് ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നടത്തുന്നത്. പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്നു. ആ ദൃശ്യങ്ങളാണ് തീർച്ചയായും നാടകീയമായ സംഭവങ്ങൾ തന്നെയാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോകുന്ന വാഹനം തല്ലി തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പോലീസ് വാഹനത്തിന് നേരെ ഒരു ആക്രമണമാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ പോലീസ് ആരും കയറ്റാതിരിക്കുകയും ഒരു ഫാന് ലൈറ്റ് ഇല്ലാത്ത റൂമിൽ അടച്ചുപൂട്ടിയിരിക്കുകയും ഞങ്ങൾ ഡോക്ടറെ വിളിച്ചുകൊണ്ടുവന്നേ അല്ല ഈ വാഹനം തല്ലി പൊളിക്കുന്ന ഒരു ശരിയായ നടപടിയാണോ? അപ്പൊ രോഗിനെ അവർ പിടിച്ചുകൊണ്ടോണ്ടില്ലേ? അപ്പൊ നിങ്ങൾ നിയമം നടപ്പിലാക്കണല്ലേ? പോലീസ് നിയമം നടപ്പിലാക്കുമ്പോൾ വാഹനം തല്ലിപ്പൊളിക്കുന്ന ഒരു സമീപനം ശരിയാണോ? കളിച്ചതാണ്. പരിശോധന കൃത്യമായി നടന്നില്ല. അത് ഇനി ജയിലധികൃതരും ജയിൽ നോക്കണം. നിങ്ങളെല്ലാം ജയിലിൽ അവിടെ വേണം മനുഷ്യാവകാശം ഉറപ്പിക്കാൻ. കാരണം ഞങ്ങൾ ഒരു 100 പ്രാവശ്യം പറയുന്നു. ഇറങ്ങി പോരുമ്പോൾ ഈ പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. ഡോക്ടറോട് ഞങ്ങൾ രണ്ടാമതും പറഞ്ഞു ഡോക്ടറെ പരിശോധിക്കണം, രണ്ടാമത്തെ ECG എടുക്കണമെന്ന് പറഞ്ഞു. ഡോക്ടർ രണ്ടാമത്തെ ECG എടുത്ത് റെഫർ ചെയ്യാൻ നോക്കുമ്പോഴാണ് പോലീസുകാർ ആരും കാണാതെ രണ്ടാമത്തെ ഡോർ തുറന്ന് ഗുണ്ടായിസം കളിച്ച് കൊണ്ടുപോയത്. ആദ്യം എടുത്ത ECGയിൽ ചെറിയ വേരിയേഷനെ കാണുന്നുള്ളൂ. രണ്ടാമത്തെ എടുക്കാൻ വേണ്ടി ഡോക്ടർ തയ്യാറായി വന്നതാ. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. എനിക്കറിയില്ല, ഇനി ഉദ്യോഗസ്ഥർ ഇടപെട്ടേ ശരിയാവുള്ളൂ. കാരണം ഇത് ശരിയുള്ള ഏർപ്പാടില്ല, മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരിക്കുന്നത്. കൃത്യമായ അതായത് കോടതി അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ കൃത്യമായ ഡയറക്ഷൻ കൊടുത്തതാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറെ കൊണ്ടുപോയി കാണിച്ച് സാക്ഷ്യപ്പെടുത്തി കൊണ്ടുപോകണമെന്നുള്ളത്. പക്ഷെ അതുപോലും പാലിക്കപ്പെട്ടിട്ടില്ല. ഇവിടുന്ന് പോലീസിന്റെ ഗുണ്ടായിസമാണ് നടന്നത്. ഇത് കൃത്യമായി ഏതോ വാർത്ത വളച്ചൊടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗൂഢാലോചന ഭാഗമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പൊ കാക്കനാട് ജയിലിലേക്ക് ഉണ്ടായിരുന്നു.